ജന്മദിനാഘോഷം ഇസ്ലാമികമോ എന്ന ലഘുലേഖന്റെ മുമ്പിൽ വന്നുപെടുന്നത്. അന്ന് നാട്ടിലെ തന്നെ പള്ളിയിലോ നാട്ടിലെ തന്നെ മദ്രസയിലോ അതുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ പരിപാടികളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും എന്റെ കൂടെയുള്ള 2 മുസ്ലിയാക്കന്മാര്, കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങൾ 3 ആളും കൂടെ ഒന്നിച്ചാണ് അന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുന്ന എല്ലാ ഏർപ്പാടിനും മുമ്പിൽ ഇറങ്ങാറുണ്ടായിരുന്നത്. ദഫ്, സ്കൗട്ട് തുടങ്ങിയ എല്ലാ ഏർപ്പാടുകളും അതിന്റെ അധ്യാപകരായി കൂട്ടത്തില് നടക്കുന്നതിനിടയിലാണ് ഈ ലഘുലേഖ കണ്ണിൽപ്പെടുന്നത്. ആ ലഘുലേഖയിൽ മൗലിദിലെ ഏതാനും വരികൾ എടുത്തു ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ ആദ്യമൊക്കെ വിമർശന ബുദ്ധിയോടെയാണ് അത് വായിച്ചതെങ്കിൽ അല്ലെങ്കിൽ വായിച്ചു പോകുമ്പോൾ അതിനിടയിൽ കാണുന്നത് ഷറഫുൽ അനാം മൗലിദിലെ അഷ്റഖ ബൈത്തിലെ 11ാമത്തെ വരി, അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാസം വളരെ കൂടുതലായി ആലപിക്കപ്പെട്ട വരിയുണ്ടല്ലോ. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീർ നദീർ ഫാഗിത്നി വഅജ്ർനി യാ മുദീർ മിന സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ. ഈ വരി വായിക്കുമ്പോ എന്താ അർത്ഥം? ഞാൻ ചുരുക്കി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സാധുവായ അടിമയില താങ്കളുടെ ഔദാര്യം കാംക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതിനാൽ എന്നെ സഹായിക്കണമേ, നരകത്തിന് രക്ഷപ്പെടുന്ന പ്രവാചക, എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ എന്നർത്ഥം വരുന്ന ഈ വരികൾ കൊടുത്തിട്ട് ഇതേക്കുറിച്ച് അതിൽ ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഇസ്ലാമികമാകുമോ എന്നുള്ളത്. ഇത് എന്റെ മനസ്സിൽ തറക്കുകയാണ്. ഇത് ശരിയാണല്ലോ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കളുടെ അടിമ എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ടി തെറ്റാണെന്ന് എന്റെ മനസ്സിൽ തോന്നുകയും എന്നാലും മൗലിദാണല്ലോ എന്ന് കരുതി സമാധാനിക്കുകയും ചെയ്തുവെങ്കിലും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആ മൗലിദിനോടുള്ള അമിതമായ സ്നേഹം നഷ്ടപ്പെടാൻ ഇടയാവുകയും പിന്നീട് ഇതിനുള്ള പോംവഴി എന്താണെന്ന് ആലോചിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് പിന്നെ മനസ്സിലേക്ക് വരുന്നത്, ഏതായിരുന്നാലും മൗലിദ് പ്രവാചന കാലത്തുള്ളതല്ലോ, അത് പിന്നീട് പലരും ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതി നമ്മളതങ്ങ് ശരിയാക്കിയാൽ മതി എന്നാണ് പിന്നെ വിചാരിച്ചത്. ഉണ്ടാക്കിയ ആൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ ശരിയാക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇങ്ങനെയാണെങ്കിലും മനസ്സിൽ സംശയം, സംഗതി ഒരു വരിയാണെങ്കിലും വഹാബികൾ പറയുന്നിടത്തുണ്ടല്ലോ, അപ്പൊ ഇനിയും അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ പിന്നീട് വൈകുന്നേരം വീട് വന്നാൽ മൗലിദിന്റെ കിതാബെടുത്തു അതിങ്ങനെ തലക്കുന്ന പരിശോധിക്കലായി പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. 4 വഴി താഴോട്ടങ്ങ് പോയാൽ അവിടെ കാണാം ഹുസൈൻ എന്നവിടെ പിതാമഹൻ പ്രവാചകനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആ പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് യാ ഗഫൂറു യാ റഹീം എന്ന് വിളിക്കുന്നത് എന്നാലോചിച്ചപ്പോൾ അതിനും വലിയ ബേജാറ്. ഏതായാലും ശരി, ആ വരി അങ്ങ് വേണ്ടെന്ന് വെച്ചു. ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളായപ്പോ അവിടുത്തെ ശാഖ SSF ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഞങ്ങൾ സംശയം അകറ്റാൻ വേണ്ടി ഒരു മതപഠന ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. സെൻസിംഗിന് ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ് വന്നിട്ട് ക്ലാസ് എടുക്കുകയും ആ ക്ലാസിന് ശേഷം ഇസ്മായിൽ വഫയുമായി പുതുപ്പറമ്പിലെ SSFന്റെ ഓഫീസിൽ വെച്ച് 1 മണിക്കൂറോളം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോ ആ ചർച്ചയിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനമാണ് ശരി എന്നുള്ളത്. അഥവാ എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് ആകർഷിച്ചത് മൗലിദാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്നെ ഉറപ്പിച്ചത് AK ഇസ്മായിൽ വഫയാണ്.